കുട്ടികൾ വൈദ്യകളീരുമടുത്തിടവേ മിക മികമായ പട്ടുകളാൽ ഉള്ള മേൽമ ചർച്ചകളും മറുനാട്ട ചുറ്റികളും പലപടി പൊതുവായ വിരൽക്ക് പതിത്തിടലാ എന്താ ഇവൻ വിളിച്ചു പറയുന്നത്? മക്കാരെ നാശം. മുട്ടി എന്നാ ചെണ്ട മുട്ടി ഏറ്റുമുട്ടി. മുഹമ്മദും പാർട്ടിയും നമ്മുടെ കച്ചവട സംഘവും തമ്മിൽ ഒട്ടകം പെൺകളും നമ്മുടെ കച്ചവട സംഘത്തിന്റെ വിലമതിക്കാത്ത സ്വത്ത് 1000-ഓളം വരുന്ന ഒട്ടകങ്ങള് 1,00,000 പൊന്നിന്റെ മുതല് പൊന്നുകളുണ്ട്, പട്ടുവസ്ത്രങ്ങളുണ്ട്, സുഗന്ധ ദ്രവ്യങ്ങളുണ്ട്, ഒക്കെ ഫലമായി കൊള്ളയടിക്കാൻ മുഹമ്മദും പാർട്ടിയും വന്നിരിക്കുന്നു. സത്യമാണ്. ഇത് വിളിച്ചു പറഞ്ഞപ്പോ പർവ്വതത്തിന്റെ മുകളിലേക്ക് നോക്കുക. ആരാണിത്? എന്താണിത്? അബൂജഹൽ അങ്ങോട്ട് ഓടി. ആസന്നവരും അങ്ങോട്ട് ചെല്ലുകയാണ് ആക്രോശം കേട്ടപ്പോ പർവ്വതത്തിന്റെ ചുറ്റുഭാഗത്ത് വസിക്കുന്ന എല്ലാവരും സ്ത്രീ പുരുഷ ഭേദമന്യേ അങ്കണം തന്നിൽ ഇറങ്ങിടുന്നല്ല. വീട്ടിന്റെ ഉള്ളിൽ നിന്ന് അങ്കണം തന്നിൽ ഇറങ്ങി മുറ്റത്തേക്ക് ഇറങ്ങി. വായ വിളിച്ചു. ജോലികളൊക്കെ പാടിയ നിർത്തി. അവരുടെ ആയുധങ്ങളൊക്കെ നിരത്തി വെച്ചു. എന്താണ് അവിടെ സംഭവിക്കുന്നത്? പിന്നീട് ലംലമനിഫാരിയുടെ അരികിലേക്ക് അബൂജഹൽ കയറിച്ചില്ല. ലംലമനിഫാരി നിൽക്കുന്നതിന്റെ നേരെ മുകളിൽ സ്വകാര്യമായിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു നോക്കുമ്പോൾ എന്താണ് സ്ഥിതി? ഇവന്റെ കൈകളിലെ മണ്ണ് തലയിൽ കൈകൾ വെച്ചിട്ടുണ്ട്. അയ്യോ എന്ന് വിളിച്ചുകൊണ്ടാണ് ഒട്ടകത്തിന്റെ 2 കാതും മൂക്കും ചെത്തിയിരിക്കുകയാണ്. വസ്ത്രത്തിന് മുൻഭാഗവും പിൻഭാഗവും കീറിപ്പൊളിഞ്ഞിരിക്കുന്നു. ഒരു ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വരുന്ന പോലെ തന്നെ. ഇങ്ങനെ പോണെന്നാണ് ലംലമനോട് ആര് പറഞ്ഞിരിക്കുന്നത്? എന്നിട്ട് അതാ നേരെ പൂർത്തിയിൽ കയറി നിന്നിട്ട് ആക്രോശിക്കുകയാണ് അബൂജഹൽ. എല്ലാവരും പുറപ്പെടും. നമ്മുടെ ധനം കൊള്ളയടിക്കാൻ മുഹമ്മദും പാർട്ടിയും നമ്മുടെ കച്ചവട സംഘത്തിന്റെ തന്നെ നമുക്ക് അനുഭവിക്കാനുള്ള, നമ്മുടെ ഭാര്യമാർക്ക്, നമ്മുടെ മക്കൾക്ക് ഭക്ഷിക്കാനുള്ള മുതൽ നമ്മൾ നാട് കടത്തിയ മുഹമ്മദും പാർട്ടിയും വന്ന് കൊള്ളടിച്ചു എന്ന് പറഞ്ഞാൽ മാനക്കേടാണത്. എന്തിനാ ജീവിച്ചിരിക്കുന്നത്? അതുകൊണ്ട് ധനം ചില്ലി കാശ് കൊണ്ട് നമുക്ക് കിട്ടൂല. ധീരശൂര പരാക്രമികളെ എന്ന് പറഞ്ഞുകൊണ്ട് നാസൂറുകളെ അതാ മക്കക്കാരോട് അബൂജഹൽ ആക്രോശിക്കുന്നു. എങ്ങനെ മഹാകൂട്ടിനായി അബൂജഹൽ നാടായി പോരത്തതിനാ ദേശത്തുള്ളോർ ഖുറൈശി മൂപ്പർ സകലവും ജീവിത ഹൈറാ അബൂജഹൽ നാടായി പോൽ
ഒരുങ്ങണം. ആ സമയത്ത് അവിടെ ഒരു കോലാഹലമാണ്. മക്കാർ പരസ്പരം കരയുന്നു. സ്ത്രീകൾ, വൃദ്ധകൾ, വൃദ്ധന്മാർ ഈ ഒരു ദുരവസ്ഥ ആലോചിച്ചുകൊണ്ട് കരയുകയാണ്, യുദ്ധത്തിന് ആഹ്വാനം ചെയ്യുകയാണ്. കരയുന്ന സ്ത്രീകളെ പുരുഷന്മാര് മക്കാർ ചെന്ന് സമാധാനിപ്പിക്കുകയാണ്. അങ്ങനെ എല്ലാവരും മുഹമ്മദിന്റെ അലച്ചതകൾ അവസാനിപ്പിച്ചു എന്നും മറ്റും പറഞ്ഞുകൊണ്ട് അവരിതാ പുലികളെ പോലെ സമന്മാരായിരിക്കുന്ന ശുചായികളായിരിക്കുന്ന പരിപാടി 10 മിനിറ്റ് കൊടുത്തു. കുറച്ച് സാധനങ്ങൾ ലേലം ചെയ്യാനുണ്ട്, അത് ലേലം ചെയ്യും. പരിപാടി നിർത്തും, ആരും പോകരുത്, പെട്ടെന്ന് നിർത്തും, വീട്ടിൽ കൊണ്ടുപോകും. നമുക്ക് കഥ ഒരുപാട് ബാക്കി, അതുകൊണ്ട് മർമ്മപ്രധാനമായ ഭാഗങ്ങൾ നമുക്ക് പറ്റുന്നു. യുദ്ധത്തിന് ആഹ്വാനം ചെയ്തു. 1250 വരുന്ന മക്കാ ഖുറൈശികളിലേക്ക് പുറപ്പെട്ടു. അവരുടെ എല്ലാവരുടെയും പേര് പറയാൻ പ്രയാസമാണ്. അവർക്ക് 1000-ഓളം വരുന്ന പുലികളെ പോലത്തെ ആളുകൾ ഡ്രസ്സുകൾ എടുത്ത് ധരിച്ചു, ആയുധങ്ങൾ ശേഖരിച്ചു. വഴികളും വാഹനം, ഒട്ടകങ്ങൾ, കുതിരകൾ, ആ കുതിരപ്പുറത്ത് കൂടാരങ്ങൾ, അവർക്ക് യാത്ര ചെയ്യാനുള്ള വാഹനങ്ങൾ അവർ തയ്യാറാക്കി. ചുവടുകളായിട്ടായിട്ട് എന്നിട്ടോ തമയനാമം ബിരുത്തിടുവാൻ സഹൽ ഹന്നലതലും സമ്മതും ഉമൈറും അംറും അർമലതും ഉത്ബതനും അബ്നുസൈറും. തമയനാമം ബിരുത്തിടുവാൻ എല്ലാവരുടെയും പേര് പറയാൻ പ്രയാസമാണ്. അതുകൊണ്ട് അവരുടെ കൂട്ടത്തിലുള്ള നേതാക്കളെ ഞാൻ പരിചയപ്പെടുത്താം. മക്കാ ഖുറൈശികളുടെ ഒന്നാമത് പ്രസിഡന്റ് സഹല്, ഹന്നലത്ത്, സമ്മത്ത്, ഉമൈർ, അംർ, അർമലത്ത്, ഉത്ബത്ത്, അബ്നുസൈർ, വഹബ്, നബീഹ്, ഷൈബത്ത്, അബ്നുൽ അസ്മദ്, നൗഫൽ, ആമിർ, ഉഖൈൽ, ഖാലിദ്. പേരൊക്കെ നല്ല മുസ്തഫ പാടിയ മാതിരി ഖാലിദ് ഉണ്ട്. ബദരീകളല്ലാന്ന് പറഞ്ഞു. പക്ഷെ ഇതിൽപ്പെട്ട ആളുകളൊക്കെ പിന്നീട് ഇസ്ലാമിൽ സ്വീകരിച്ചിട്ടുണ്ട്. ഖാലിദ് എന്നൊക്കെ പറഞ്ഞ ഖാലിദ് അവർക്ക് ഇസ്ലാമിൽ സ്വീകരിച്ചില്ല. 4 വാളുകളിൽ പെട്ടുള്ള ആളുകൾ ഇസ്ലാമത്തെ സ്വീകരിച്ച ആളുകളാണ്. പക്ഷെ ഇപ്പൊ ബദറിൽ ഇങ്ങനെ 1250 ഖുറൈശ്. അവരുടെ കൂട്ടത്തിൽ അബൂലഹബ് മാത്രം പുറപ്പെട്ടിട്ടില്ല. അബൂലഹബ് ഒഴികെ ബാക്കിയുള്ള എല്ലാവരും പുറപ്പെട്ടില്ല. അബൂലഹബ് പുറപ്പെടാതിരിക്കാൻ കാരണം പേടിയെ വരാൻ പറ്റില്ല. അബൂലഹബിനറിയാം ആള് ബദർക്ക് ഇപ്പൊ പോയാൽ തടിയോട് വരാൻ പറ്റൂല എന്ന് പറഞ്ഞത് എന്റെ കുട്ടിയാണ്. എന്റെ കുട്ടി കണ്ടാക്കില്ല, അക്കാര്യത്തിൽ എന്റെ കുട്ടിന്റെ കുട്ടിയാണ്. പേടിന്റെ അബൂലഹബിന് പ്രിയപ്പെട്ടവരെ, ബദറിൽ ചെന്ന് യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുന്നത് വരെ ഇവർക്ക് ഭക്ഷണം വേണം. അതിനൊരു 12-അംഗ കമ്മിറ്റി തെരഞ്ഞെടുത്തു. എന്തിനുമാണ് കമ്മിറ്റിയില്ലാതെ ഒന്നും പറ്റില്ല. ഇത് കൊണ്ടെടുക്കാൻ ഏൽപ്പിക്കുന്ന ആൾക്കാരാണ് കമ്മിറ്റിക്കാർ. ശമ്പളമൊന്നുമില്ല. തെരഞ്ഞെടുപ്പ് നമ്മുടെ സാഹിബൊക്കെ സെക്രട്ടറി, പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്. കമ്മിറ്റി ഇല്ലാതൊന്നും നടന്നില്ല. അവര് പറയണ നമ്മൾ കേൾക്കുമ്പോൾ ഇവിടെ 12-അംഗ കമ്മിറ്റി, ഖുറൈശികളുടെ 12-അംഗ കമ്മിറ്റി. ഒന്നാമത് അതും ജ്ഞാനത്താക്കപ്പെട്ട പ്രസിഡന്റ്, സെക്രട്ടറി നല്ല ആളാണ്. അബ്ബാസ് അന്ന് ഒരു ഭാഗത്താണ്. യുദ്ധത്തിന് പോരാനൊന്നും താല്പര്യമില്ല. പക്ഷെ അബൂജഹൽ സംഭവിക്കില്ലല്ലോ. അതുകൊണ്ട് അബ്ബാസ് എന്നവരും പുറപ്പെട്ടു. പിന്നെ ഉത്തുബത്ത് മെമ്പർമാര്, ഉത്തുബത്ത്, തുവൈമത്ത്, ഹാരിത്ത്, ഉമയ്യത്ത്, നദർ, അബുൽ മുഹത്തർ, നബീർ, മുനബ്ബദ്, ഹക്കീം, സുഹൈൽ, ഇവരാൽഫും ഈ 1000-ഓളം വരുന്ന മക്കാ ഖുറൈശികളൊക്കെ മലമ്പുലികളെ പോലെ ശക്തിയുള്ള ഒരു ദിവസം ഇവര് ഖുറൈശികളുടെ കൂട്ടത്തിൽപ്പെട്ട ചില ആളുകൾ തർക്കമുണ്ട്. എനിക്കാണ് വലിയ ശക്തി. അബൂജഹൽ വന്നപ്പോൾ ഉത്തുബത്ത് ഇങ്ങോട്ട് വന്നു. ഷൈബത്ത് പറഞ്ഞു അതല്ല ഇങ്ങനെ തർക്കമുണ്ടായപ്പോ ഒരു റഫറി വന്നിട്ട് പറഞ്ഞു നമുക്കൊരു തീരുമാനം ആർക്കാണ് ശക്തി നമുക്ക് പരീക്ഷിക്കാം. ഒരു ഒട്ടകത്തിൽ എടുത്തിട്ട് ആ ഒട്ടകത്തിലെ തോല് പൊളിച്ച് പരത്തിട്ടിട്ട് അബൂജഹൽ വന്നതിന്റെ മധ്യഭാഗത്തേക്ക് ഞാൻ ചുവട് വെച്ച് നിൽക്കും. എന്നിട്ട് നിങ്ങളൊക്കെ എനിക്ക് ശക്തിയാണെന്ന് നിങ്ങളൊക്കെ പിന്നെ തോലിന്റെ ചുറ്റുഭാഗം പിടിച്ചു വലിക്കണം. ഓക്കെ, ഞാൻ വെല്ലുവിളിക്കുന്നു, നിങ്ങൾക്ക് എന്നെ വീഴ്ത്താൻ കഴിയൂല. പറഞ്ഞ പോലെ സുബ്ഹാന ജല്ല ജലാലു അബൂജഹൽ തോലിന്റെ മധ്യഭാഗത്തേക്ക് അവിടെ ചുറ്റുഭാഗം പിടിച്ച് മറ്റുള്ള ഖുറൈശികൾ വലിക്കാണ്. പക്ഷെ എന്താ സംഭവിച്ചത്? ആ തോല് കണ്ട് പറഞ്ഞിട്ട് ഇവരുടെ കൈകളിൽ പറഞ്ഞു പോകുന്നു. അബൂജഹൽ അടക്കാൻ അവർക്ക് കണ്ടു കഴിഞ്ഞില്ല. റഫറിയുടെ അന്തിമ തീരുമാനം അവർ ആരും ഒരു പേർ ഒരു
ശക്തികളാണ്. എല്ലാവരും തുല്യ ശക്തികളാണ്. കാരണം ഈ തോല് കയ്യിൽ പറഞ്ഞു പോരണമെങ്കിൽ ഇവരുടെ ശക്തി എത്രമാത്രം ഉണ്ട് എന്ന് മനസ്സിലാക്കും. അബൂജഹലോ അനക്കാൻ ഇവരെ കഴിഞ്ഞില്ല, ഇവനെ വീഴ്ത്താൻ ഇവരെ കൊണ്ട് കഴിയില്ല. അങ്ങനത്തെ ഖുറൈശികളെ പുറപ്പെടും. അബൂജഹലിന്റെ ഒടുക്കത്തെ അവസാനത്തെ പുറപ്പാട് മികമികമായ പാട്ടുകളാൽ ഓളം മേൽമചാട്ടകളും ആരേ നാട ചൂണ്ടികളും പല പണി പൊതുവായ പതിത്തിടല മികമികമായ പട്ടുകളാൽ ഉള്ള മേൽമചട്ടകളും ആരൈനാട ചുട്ടികളും പല പണി പൊതുവായി എടുത്തൊരു ഹാത്തം വിരക്കി പതിത്തിടല ചൂടി മനത്തിൽ ഇതിരത്തിനെയറിവത് അഗ്നിനെയും ചിതമായി ഒരു വാൾ കടിക്കകലേ നടുമേട പട്ടയുമേ അതിനകമഹവേലുകളൊക്കെ ഇനത്തിലെടുത്തു മതിത്തിടവേ സർവർ കൂടിയെത്തിടവേ കള്ള് പാവി പോക്കിടവേ തള്ള വീരരോഗയുമേ മുൻപിലെ കുർബാനത്തുടരില്ല പിടിത്തിരവോ തിരുവാ പൊങ്കികളും നിലിവാസിജനയത് പുതുമാ വീട്ടുകൾ വൈദ്യകളീരുവടുത്തിടവേ മികമികമായ പട്ടുകളാൽ ഉള്ള മേൽമചട്ടകളും മറുനാട ചുട്ടികളും പല പണി പൊതുവായ എടുത്തൊരു ഹാത്തം വിരൽക്ക് പതിത്തിടല മികമികമായ പട്ടുകളാൽ ഉള്ളം മേൽമചട്ടകളും ആരൈനാട ചുട്ടികളും പല പണി പൊതുവായ എടുത്തൊരു ഹാത്തം വിരൽക്ക് പതിത്തിടല ബദറിന്റെ പോർക്കളത്തിലേക്ക് ഖുറൈശികൾ പുറപ്പെടുമ്പോൾ ശക്തി വേണം, ആരോഗ്യം വേണം. ആരോഗ്യമുള്ള പാർട്ടിയാണ്. അതുകൊണ്ട് അവർക്ക് യുദ്ധം കെട്ട് കൊടുക്കുക. യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ കാടമുട്ട വേണം, കുറച്ചൊക്കെ ആരോഗ്യമൊക്കെ വേണം. അത് കേൾക്കണമെങ്കിലും വേണം, കുറച്ച് ആരോഗ്യം പാടണമെങ്കിലും വേണം, പാലും വേണം, ഇതൊക്കെ വേണം. പുസ്തകം ഇത് എന്തായാലും കിട്ടും. നമ്മുടെ മുസ്തഫ അനുഗ്രഹീത ഗായകൻ, രണ്ട് മുസ്തഫകളാണ് അല്ലെ നമ്മളെ പ്രിയപ്പെട്ട മുസ്തഫ. ഇത് കാടമുട്ടല്ല, ഇതിലൊരു ലോഡ് കാടമുട്ടുണ്ട്. ലോഡ് ചിലപ്പോൾ നാൽപ്പത്. ഈ കാണുന്നത് നല്ല കലാപരമായിട്ട് ഇതിൽ എത്ര ഉണ്ട് ആ ഉള്ളതുണ്ടാവില്ല അല്ലേ? അത് വേഗത്തിൽ കഴിഞ്ഞ പരിപാടി കൂടുതലൊന്നും ഇല്ല. ബഹുമാനാദരങ്ങൾ നിറഞ്ഞ സഹോദര സഹോദരിമാരെ, നമ്മുടെ സഹോദരിമാരുടെ ഭാഗത്ത് നിന്ന് ആരെങ്കിലും ലേലത്തിൽ പങ്കുചേരുകയാണെങ്കിൽ അവിടെ ഏതെങ്കിലും കുട്ടികളോട് അത് അറിയിച്ചാൽ മതി. ഇൻഷാ അല്ലാഹ് ആദ്യമായി ഈ കാണുന്ന കവറിൽ ഫുള്ളായിട്ടുള്ള കാടമുട്ടയാണ് ആദ്യം ലേലം ചെയ്യുന്നത്. ഉസ്താദ് ഇന്നലെ ലേലത്തിൽ സഹോദരിമാർക്ക് കുറേ സാധനങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞു. പക്ഷെ ഇവിടെ ആകെ എത്തിയിരിക്കുന്നത് ഒരു കയ്യിൽ ഈന്തപ്പഴം, അതുപോലെ തന്നെ കാടമുട്ട, പിന്നെന്താണ് കോഴിമുട്ട, വേറെ സാധനം കൂടി ഉണ്ട് അല്ലേ? കൂവപ്പൊടി.
ഇവിടെ ഉസ്താദ് ഇവിടെ സ്വാഗത പ്രഭാഷകരൊക്കെ പറയുന്നത് കേട്ടു 500 ചില്ലാനം വീടുകളുള്ള മഹല്ലാണ്. എന്തെല്ലാം സാധനങ്ങൾ നമ്മുടെ ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി, നമ്മുടെ ഈ പരിപാടി വിജയിക്കാൻ വേണ്ടി എന്തെല്ലാം സാധനങ്ങൾ നമ്മുടെ മഹല്ലിൽ നടക്കുന്ന പരിപാടി. ഇവിടെ ആര് പാടുന്നോ ആര് പറയുന്നോ അതല്ല. നമ്മുടെ ഈ പരിപാടി ഇവിടെ 3 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടി, അസ്ഹാബുൽ ബദരീങ്ങളുടെ പരിപാടി നടക്കുന്ന സമയത്ത് മജ്‌ലിസുൽ എന്ന് പറഞ്ഞതുപോലെ സ്വർഗത്തിൽ നിന്നൊരു പൂന്തോപ്പാണ് എന്ന് ഉസ്താദുമാരെല്ലാം ഉച്ചൈസ്വരം പറയുന്ന ഒരു വിഷയമാണ്. അപ്പോ ആ മജ്‌ലിസിലേക്ക് എത്തുക, ആ മജ്‌ലിസിൽ വെച്ച് പുണ്യം നേടുക എന്നുള്ള ഉദ്ദേശത്തിൽ മാത്രം നമ്മുടെ ഈ പരിപാടിയിലേക്ക് വരിക. പരമാവധി ആളുകളൊക്കെ നമ്മുടെ ഈ മജ്‌ലിസിൽ വന്ന് നമ്മുടെ ഈ പരിപാടി വമ്പിച്ച വിജയത്തിലേക്ക് എത്തിക്കണമെന്ന് ദീനുൽ ഇസ്ലാമിന്റെ പേരിൽ അഭ്യർത്ഥിക്കുകയാണ്. നാളെ ഇന്നത്തെ പോലെ നാളെ സഹോദരന്മാർ വരുന്ന സമയത്ത് ലേലത്തിന് പറ്റുന്ന സാധനങ്ങൾ, നിങ്ങളുടെ വീട്ടിലെ ആവശ്യമില്ലാതെ കിടക്കുന്ന മുസല്ലകൾ, അതുപോലെ തന്നെ ദൃശ്യമാല, അത്തരകുപ്പി, ഇപ്പൊ മാങ്ങയൊക്കെ ഉണ്ടാവുന്ന കാലം, അപ്പൊ മാങ്ങ, അതുപോലെ കലത്തപ്പം, പറഞ്ഞ എന്തെല്ലാം സാധനങ്ങൾ നമ്മുടെ പരിപാടിയിലേക്ക് കൊണ്ടുവരാം. പരിപാടി വിജയിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ. അത് ഇങ്ങോട്ട് എത്തിയാൽ ഇൻഷാ അല്ലാഹ് ഇവിടെ നല്ല വിലക്ക് നമുക്കത് ലേലം ചെയ്യാം. ഇൻഷാ അല്ലാഹ് അത് നമ്മുടെ പരിപാടിയിലേക്ക് മുതൽക്കൂട്ടാണ്. അതുകൊണ്ട് എല്ലാവരും സഹകരിക്കണം എന്ന് ആത്മാർത്ഥമായി നിങ്ങളോട് അറിയുകയാണ്. ആദ്യമായി കൊണ്ട് നല്ല ഒരു വില, ബിസ്മില്ലാ, ഇതിന്റെ വില നിങ്ങൾ കണക്കിലെടുക്കണ്ട. അസ്ഹാബുൽ ബദരീങ്ങളെ പാടുന്ന ലോകർക്ക് ബദരിൽ പണ്ടൊക്കെ നമ്മുടെ വീട്ടുകളിൽ ബദർ മൗലിദ് ഓതിരുന്നു. ഇന്ന് കണ്ടോ, ഇന്ന് നമ്മുടെ കേരളത്തിൽ എത്രയോ ഭാഗങ്ങൾ, ഓരോ വീട്ടിലും ഒരു ചെറിയൊരു കാലിലൊരു കുരു കണ്ടാൽ അല്ലെങ്കിൽ കയ്യിലൊരു കുരു കണ്ടാൽ ഇത് ക്യാൻസർ ആണോ എന്ന് നമ്മൾ പേടിക്കുന്ന കാലഘട്ടമാണ്. അല്ലേ? അന്ന് മൗലൂദുകൾ ഉണ്ടായിരുന്നു, ഇന്ന് മൗലൂദുകൾ വളരെ കുറഞ്ഞു. ഇന്ന് ബദരീങ്ങളെ കുറിച്ചുള്ള മതിപ്പ് വളരെ കുറഞ്ഞു. ഇപ്പതാ നമ്മുടെ തങ്ങളവരുകൾ ഉദ്ഘാടനം ചെയ്ത് തങ്ങളവരുടെ നിർദ്ദേശപ്രകാരം മജ്‌ലിസിലൂടെ എല്ലായിടത്തും എത്തി. അൽഹംദുലില്ലാഹ്. അതിന്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് നമ്മുടെ ഈ പരിപാടിയും ഇവിടെ വെച്ചിട്ടുള്ളത്. അപ്പൊ നമ്മുടെ മജ്‌ലിസിൽ നിന്ന് നല്ലൊരു വിലക്ക്, ഇതിന്റെ വില നിങ്ങൾ കണക്കൂട്ടാതെ ഏതെങ്കിലും ഒരാൾ ഇൻഷാ അല്ലാഹ്, ഇത് നിങ്ങളുടെ കുട്ടികൾക്ക് എന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇതിനെ വിളിച്ചു കൊണ്ടുപോയി കൊടുക്കും. ബിസ്മില്ലാ. ആരെങ്കിലും നല്ലൊരു വില പറഞ്ഞാണ്, എന്തെങ്കിലും വില, നല്ലൊരു വില. 200 രൂപ. അൽഹംദുലില്ലാഹ്, 200 രൂപ. ഒരു 313 രൂപയ്ക്ക് ഏതെങ്കിലും ഒരു സഹോദരി, ആ മദ്രസയുടെ ഉള്ളിലൊക്കെ ഇഷ്ടംപോലെ സഹോദരിമാരുണ്ട്, അവരെയൊക്കെപ്പാടെ മൊത്തത്തിൽ ഒരു കവറുകൊണ്ട് ഇങ്ങനെ മൂടി വെച്ചിരിക്കുകയാണ്. നല്ലതാണ്, കുഴപ്പമില്ല. അവരിങ്ങോട്ട് കാണുന്നില്ല, നമുക്ക് അങ്ങോട്ട് കാണുന്നില്ല എന്നുള്ളൂ, കാണണമെന്നില്ല. പക്ഷെ സഹോദരിമാർ 313 രൂപ, ഏതെങ്കിലും ഒരു സഹോദരി 313 രൂപ പറഞ്ഞാണ് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഉറപ്പിച്ചു തരും. 200 രൂപക്ക് ഒരു സഹോദരൻ വിളിച്ചത് 200 രൂപ ഒരു വട്ടം. മോനെ ഏതെങ്കിലും കുട്ടിയോട് നീച്ചാണ്, ഏതൊരു കുട്ടി മോനെ വെള്ളത്തുള്ളി, ആ ചോന്ന ടീഷർട്ട് അങ്ങോട്ട് പോയി പെണ്ണുങ്ങളുടെ ഭാഗത്ത്, സഹോദരന്മാരുടെ ഭാഗത്ത്. അതാ നമ്മുടെ കുട്ടി. എന്തൊരു പേര്? എന്റെ പേരെന്താ? റിസ്വാൻ. ആ സഹോദരന്മാരോട് പറയും ഒരു 313 രൂപ ഏതെങ്കിലും ഒരു സഹോദരി കൂടുതലില്ല, നമുക്ക് ഇവിടെ ഉറപ്പിച്ചു തരാം. 200 രൂപ 200 രൂപ 2 വട്ടം. ഒരു 313 ഏതെങ്കിലും ഒരു സഹോദരി 313 രൂപ. റളിയല്ലാഹു അൻഹു ബദരി റളിയല്ലാഹു റളിയല്ലാഹു അൻ ശുഹദാഹി റളിയല്ലാഹു റളിയല്ലാഹു അൻഹു ബദരി റളിയല്ലാഹു റളിയല്ലാഹു അൻ ശുഹദാഹി റളിയല്ലാഹു 313 രൂപ ഒരു വട്ടം. 2 വട്ടം. കണ്ടോ ലേലത്തിന് സാധനങ്ങൾ കൊടുക്കുന്ന എങ്ങനെയാണ്? 313 രൂപ ഒരു കൊട്ട കാടമുട്ട കിട്ടില്ലേ? ഒരു കൊട്ട നിറച്ച് കിട്ടും. പക്ഷേ നമ്മുടെ ഈ മജ്‌ലിസിൽ നിന്ന്, ആ മജ്‌ലിസിന്റെ പുണ്യം കണക്കിൽ എടുത്തുകൊണ്ടാണ് ആ സഹോദരൻ വിളിച്ചിരുന്നത്. അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. 313 രൂപ ഒരു വട്ടം. 2 വട്ടം 313 രൂപ. ബിസ്മില്ലാ. 3 വട്ടം.
ഒരു പാക്കറ്റ് ഈത്തപ്പഴം. അടുത്തത് നാളെ ഇൻഷാ അല്ലാഹ് ലേലത്തിന് കുറെ സാധനങ്ങൾ ഉണ്ടാവും. നമുക്കൊരു അരമണിക്കൂർ ലേലത്തിന് വേണ്ടി മാറ്റി വെക്കണം. സഹോദരന്മാർ ആരും തന്നെ കൈ വീശി വരാതെ പറ്റാവുന്ന സാധനങ്ങൾ നമ്മുടെ പരിപാടിയിലേക്ക് പറ്റാവുന്ന സാധനങ്ങൾ കൊടുത്ത് നമ്മുടെ പരിപാടി വമ്പിച്ച വിജയത്തിലേക്ക് എത്തിക്കണം. ഒരു പാക്കറ്റ് ഈത്തപ്പഴം ബിസ്മില്ലാ വിളിച്ചാണ് ഏതെങ്കിലും ആളുകൾ പറയും. ഒരു പാക്കറ്റ് ഈത്തപ്പഴം ബിസ്മില്ലാ എന്തെങ്കിലും വില പറയും. 50 രൂപ. അൽഹംദുലില്ലാ 50 രൂപ. അതെന്താ മോനെ കോഴിയ? 100 രൂപ. അൽഹംദുലില്ലാ 100 രൂപ. പെട്ടെന്ന് കഴിയും. കൂടുതൽ സാധനങ്ങളൊന്നുമില്ല. 100 രൂപ. ഒരു വട്ടം 100 രൂപ. 2 വട്ടം 100 രൂപ. 2 വട്ടം 100 രൂപ. കൊടുക്കും. ബിസ്മില്ലാ 3 വട്ടം. അടുത്തത് എന്താണ്? കൂവപ്പൊടി. ഉസ്താദ് മന്ത്രിച്ചില്ലേ? ഉസ്താദ് മന്ത്രി ഒരു പാക്കറ്റ് ഈത്തപ്പഴം വേറെ 50 രൂപ കൂടുന്ന ആരാ പറഞ്ഞു? 50 രൂപ. അൽഹംദുലില്ലാ 50 രൂപ. ഒരു പാക്കറ്റ് ഈത്തപ്പഴം 50 രൂപ. ഒന്നുകൂടി വിളിക്കും. ഒരു 101 രൂപ ആരെങ്കിലും പറയും. നമ്മുടെ ഈ പരിപാടി വിജയത്തിനാണ്. ഒരു 101 രൂപ. കോഴിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. ആണാ പെണ്ണാതെ? 50 രൂപ. ഒരു വട്ടം 2 വട്ടം 50 രൂപ. അത് മൂപ്പര് കൊടുക്കും. 50 രൂപ 3 വട്ടം. കൂവപ്പൊടി. ഇത് 2 പേർക്ക് ഒരുമിച്ച് വിളിക്കുന്നത് കൂവപ്പൊടി. നമ്മൾ വീട്ടിലുണ്ടാക്കിയതായിരിക്കും. ഇന്ന് വാങ്ങിയത് എന്താ അറിയില്ല. 2 പാക്കറ്റ് കൂവപ്പൊടി. പെട്ടെന്ന് വിളിക്കും. ഇവിടെ സഹോദരന്മാർ ആരും ഇല്ലേ? സത്യത്തിൽ ആരും വിളിക്കുന്ന കാണുന്നില്ലല്ലോ. അതവിടെ വിളിക്കരുതെന്ന് കമ്മിറ്റി പറഞ്ഞിക്കണോ? ഇല്ല. സഹോദരന്മാർ വിളിക്കരുതെന്ന് കമ്മിറ്റി പറഞ്ഞിക്കണോ? അത് നമുക്കറിയില്ല. അതുകൊണ്ട് ചെയ്യുന്നത് ഇങ്ങനെയല്ല. സാധാരണ സഹോദരന്മാരാണ് ഏറ്റവും ഈ വിഷയത്തിൽ മുൻതൂക്കം ഉണ്ടാവാറ്. ഏതെങ്കിലും ഒരു സഹോദരി 101 രൂപ പറഞ്ഞാൽ 101 രൂപ ഏതെങ്കിലും സഹോദരി. അതിന് ഈമാനുള്ള സഹോദരിമാരാരെങ്കിലും ഉണ്ട്? പെട്ടെന്ന് ഉറപ്പിക്കാനാണ്. കൂവപ്പൊടി 101 രൂപ. അത് സഹോദരന്മാരെ സഹോദരൻ അൽഹംദുലില്ലാ ജസാക്കല്ലാഹു ഖൈറൻ. 101 രൂപ. എത്ര? അത് അവിടുന്ന് പറയുന്നുണ്ട്. അവിടെ ആളില്ല അവർക്ക് പറയണമെന്നുണ്ട്. എത്ര? ആയിക്കോട്ടെ. ബിസ്മില്ലാ. അന്ന് ഞങ്ങൾ ഉറപ്പിക്കാണ്. 101 രൂപ. അത് സഹോദരന്മാർ രണ്ടാളും ഒരേ റേറ്റാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ സഹോദരിമാരെ അങ്ങനെ വിളിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു 313 രൂപ പറയും. ഇതിന് വില അത്രയല്ല. ഒരു 313 രൂപ പറഞ്ഞ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഉറപ്പിക്കും. അവരാണ് മുസൽമാൻ നേരായ മുസൽമാൻ. അവരാണ് മുസൽമാൻ നേരായ മുസൽമാൻ. അറിവുള്ള മുസൽമാൻ വരിയുള്ള മുസൽമാൻ. അവരാണ് മുസൽമാൻ നേരായ മുസൽമാൻ. അവരാണ് മുസൽമാൻ നേരായ മുസൽമാൻ. 313 രൂപ. 1 2 313 രൂപ. ബിസ്മില്ലാ 3 വട്ടം കൊടുക്കും. സഹോദരിമാർ കൊടുക്കും. അപ്പൊ നമ്മുടെ സഹോദരിമാർ ഉഷാറാണ്. അൽഹംദുലില്ലാ. നാളെ സഹോദരിമാരെ ലേലത്തിൽ നല്ല നല്ല സാധനങ്ങളൊക്കെ കൊണ്ടുവരും. ഒരു കോഴിമുട്ട ഇൻഷാ അല്ലാഹ് സഹോദരിമാരുടെ ഭാഗത്തേക്ക് പോട്ടെ അല്ലേ? ഉസ്താദ് മന്ത്രിക്ക് ഒരു 33 രൂപ വെച്ചിട്ടായി കോഴിമുട്ട വാങ്ങിക്കോളൂ ഇൻഷാ അല്ലാഹ്. മജ്ലിസിൽ നിന്ന് കൊണ്ട് അസ്ഹാബുൽ ബദരീങ്ങളുടെ മദ്ഹ് പാടുന്ന മജ്ലിസിൽ നിന്ന് കൊണ്ടുപോകുന്നതാണ്. അല്ലാഹു തആല എന്ത് അസുഖം ഉള്ള സഹോദരിയാണോ സഹോദരനാണോ അല്ലാഹു തആല അസുഖത്തിന് അല്ലാഹു ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. അത് 33 രൂപ വെച്ച് സഹോദരിമാർ വാങ്ങിക്കോളൂ ഇൻഷാ അല്ലാഹ്. ഇത് ഉസ്താദ് മന്ത്രിച്ച ഒരു കുപ്പി പാലാണ്. ബിസ്മില്ലാ. ആരെങ്കിലും നല്ലൊരു വിലക്ക് വിളിച്ചാൽ ഒരു കുപ്പി പാല്. ഇത് മന്ത്രിച്ച പാലാണ്. കടയിൽ നിന്ന് മന്ത്രിച്ച് കിട്ടൂല. കടയിൽ നിന്നും മന്ത്രിച്ച് കിട്ടൂല. ഇത് അസ്ഹാബുൽ ബദരീങ്ങളുടെ മദ്ഹ് പാടുന്ന മജ്ലിസിലും ഉസ്താദ് മന്ത്രിച്ചതാണ്. ആരെങ്കിലും നല്ലൊരു വിലക്ക് വിളിച്ചാണ് ഇത്. ബിസ്മില്ലാ. കഴിഞ്ഞു. ലേലം കഴിഞ്ഞു. പരിപാടി തുടങ്ങിയാണ്. 100 രൂപ. അൽഹംദുലില്ലാ 100 രൂപ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 100 രൂപ. 100 രൂപ. 2 രൂപ. 300 രൂപ.
സഹോദരന്മാരെ കണ്ടോ 500 രൂപ സഹോദരന്മാരെ അൽഹംദുലില്ലാഹ് 500 രൂപ ഒരു വട്ടം. ഇനി ഏതെങ്കിലും ഒരു സഹോദരൻ വിളിക്കുകയാണെങ്കിൽ 786 രൂപ പറയണം. 786 രൂപ പറഞ്ഞാൽ ഇന്ന് വരെ നിങ്ങൾ കേൾക്കാത്തൊരു ദുആ ഇൻഷാ അല്ലാഹ് ഞാൻ ഇവിടുന്ന് ദുആ ചെയ്യും. 786 രൂപ വിളിക്കാൻ ഈമാനുള്ള സഹോദരന്മാരുടെ 786 രൂപ 500 രൂപയ്ക്ക് സഹോദരന്മാരെ അൽഹംദുലില്ലാഹ് 500 രൂപ എത്ര 550 രൂപ. അവിടെ തന്നെ വേറൊരു സഹോദരൻ 550 രൂപ. ഒരു വട്ടം സഹോദരന്മാരെ നേരം അവസാനിക്കുകയാണ്. ഇത് ഇൻഷാ അല്ലാഹ് ശിഫയുണ്ടാകും. ഇത് അസ്ഹാബുൽ ബദരീങ്ങളുടെ മദ്ഹ് പാടുന്ന മജ്ലിസാണ്. ഇവിടെ നിന്ന് നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ. ഉസ്താദ് മന്ത്രിച്ച പാലാണ് സഹോദരന്മാർ കൊണ്ടുപോയിക്കോളൂ. 550 രൂപ സഹോദരന്മാർ ഒരു വട്ടം 2 വട്ടം 550 രൂപ ഉറപ്പിക്കാണ്. വിളിയുണ്ട് അവിടെ? ഇല്ല. 1 2 അതോടെ കേൾക്കാണ്ട് വിളിക്കും. അത് പറഞ്ഞാലേ തുറക്കാൻ പറ്റുള്ളൂ. 786 പറഞ്ഞാലേ തുറക്കാൻ പറ്റുള്ളൂ. അല്ല അങ്ങനെ നമ്മൾ പറഞ്ഞാലേ 786 പറഞ്ഞാൽ ദുആ ചെയ്യാന്നാ പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് 550 രൂപ ഒരു വട്ടം ഉറപ്പിക്കാണ്. 2 വട്ടം 550 രൂപ ബിസ്മില്ലാ. 3 വട്ടം കോഴി നല്ല ഒരു കൊണ്ടുപോയി വളർത്തി അതായി കാണുന്ന ഒരു കോഴി നല്ല ഒരു ഗുണമുള്ള കോഴിയാണ് അല്ലേ? കണ്ടാത്തിന് എന്തൊരു ഭംഗിയാണ്. ഗുണം കഴിയുമ്പോൾ കൂടെ ആണോ കിട്ടാവും. നല്ലൊരു കോഴി. പണ്ടൊക്കെ ആണെങ്കിൽ ഈ കോഴിയോട് പല കാര്യം ഉണ്ടാവും. കോഴിയിറച്ചി കഴിച്ചില്ലേ, കോഴിയെ നിങ്ങൾ വിളിക്കില്ലേ, കോഴിന്റെ കുറവ് പൊരിച്ചത് കൊണ്ടുപോയി വരുമോന്റെ മുമ്പിൽ വെച്ചൂടെ, വരുമോന്റെ മുമ്പിൽ വെച്ചൂടെ. അമ്മായിമാരുടെ മുഹബത്ത് മരുമോന് പലതരം ഹാജത്ത്, ബാക്കി കൊടുക്കേണ്ട സ്ത്രീധനം വേണ്ടെന്ന് പറഞ്ഞവൻ പോകുന്നു വീട്ടിലേക്ക്, പറഞ്ഞവൻ പോകുന്നു വീട്ടിലേക്ക്. കോഴിയിറച്ചി കഴിക്കില്ലേ, കോഴിയെ നിങ്ങൾ വിളിക്കില്ലേ, കോഴിയുടെ കുറവ് പൊരിച്ചത് കൊണ്ടുപോയി മരുമോന്റെ മുമ്പിലെ വെച്ചൂടെ, മരുമോന്റെ മുമ്പിലെ വെച്ചൂടെ. പണ്ടായിരുന്നു അല്ലേ? വിളിച്ചോളി ഒരു കോഴി 101 രൂപ 101 രൂപ 200 രൂപ ഒരു സഹോദരൻ 200 രൂപ. ലേലം അവസാനിക്കാൻ ഇൻഷാ അല്ലാഹ് നാളെ സഹോദരന്മാരൊക്കെ ലേലത്തിന് നല്ല നല്ല സാധനങ്ങൾ കൊടുത്ത് നമ്മുടെ പരിപാടി വമ്പിച്ച് വിജയത്തിലേക്ക് എത്തിക്കണം. 200 രൂപ 400 രൂപ അൽഹംദുലില്ലാഹ് 400 രൂപ ഒരു വട്ടം 2 വട്ടം 400 രൂപ ഉറപ്പിക്കാണ്. 1 500 രൂപ റളിയല്ലാഹു അൻഹു ബദരി റളിയല്ലാഹു അൻ ശുഹദാഹി റളിയല്ലാഹു 500 രൂപ ഒരു വട്ടം 2 വട്ടം 2 വട്ടം 500 രൂപ 500 രൂപ. ബിസ്മില്ലാ കൊടുക്കുക 3 വട്ടം 3 വട്ടം. പ്രിയമുള്ളവരെ, ഒരു പ്രത്യേക കാര്യം അടിയന്തരമായി അറിയിക്കാനുള്ളത് കൊണ്ട് ഞങ്ങൾ അഭിമുഖീകരിക്കുന്നത്, എനിക്ക് അത്യാവശ്യം ഒരു എയർപോർട്ടിൽ പോകേണ്ടതുണ്ട്. അതുകൊണ്ട് 21-ാം തീയതി ബുധനാഴ്ച നമ്മുടെ മജ്ലിസ് നൂർ അതുപോലെ ദുആ സമ്മേളനം അത്തിപ്പറ്റ ഉസ്താദ് എത്താമെന്ന് പറഞ്ഞത് അസറിന് മുമ്പ് അവിടെ ആളെത്തണമെന്നും അസർ നമസ്കാരം കഴിഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പുറപ്പെട്ട് മഗ്‌രിബ് നമസ്കാരത്തിന് മുമ്പായി ഇവിടെ എത്തുകയും മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ ദുആ നിർവഹിച്ച് അദ്ദേഹം തിരിച്ച് പോവുകയും ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ കാര്യം എല്ലാവരും വളരെ സൂക്ഷ്മതയോടെ കണക്കിലെടുക്കണം. കാരണം സാധാരണഗതി നമ്മൾ വരുന്ന രീതിയിൽ വന്നാൽ അത്തിപ്പറ്റ ഉസ്താദ് വന്ന് ദുആ ചെയ്ത് പോയിട്ടുണ്ടായിരിക്കും. ഒരു കാരണവശാലും ഒരു നിമിഷം ഒരു സെക്കൻഡും അദ്ദേഹത്തെ താമസിക്കാൻ പറ്റില്ല, അദ്ദേഹം താമസിക്കാൻ തയ്യാറാവുകയില്ല. ഈ കാര്യം വളരെ ഗൗരവത്തിൽ നമ്മൾ കണക്കിലെടുത്ത് എല്ലാ ആളുകളും മഗ്‌രിബ് നമസ്കരിച്ച് ഉടനെ തന്നെ പരിപാടി ആരംഭിക്കുന്ന രീതിയിൽ ഇവിടെ സന്നിഹിതരാണ് പ്രത്യേകം അറിയിക്കാണ്. അതോടൊപ്പം തന്നെ
എല്ലാ സംഭാവനകളും അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ അറിയിച്ച് അദ്ദേഹം എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യും. അത്തിപ്പറ്റ ഉസ്താദിനെ സംബന്ധിച്ച് എല്ലാവർക്കും അറിയാമല്ലോ. അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലാക്കണം, അദ്ദേഹം വളരെ വലിയാണ്. ഒരുപാട് അത്ഭുത സിദ്ധികൾ അദ്ദേഹത്തിന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. മാറാത്ത പല രോഗങ്ങളും അദ്ദേഹം ശിവയാക്കിയിട്ടുണ്ട്. ഒരു വലിയൊരു വിദ്യാഭ്യാസ സ്ഥാപനം, യൂണിവേഴ്സിറ്റിയെ വെല്ലുന്ന രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനം അദ്ദേഹം സ്വന്തം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാ ആളുകളും കഴിയുന്ന സംഭാവന എല്ലാ വിധത്തിലും നാളെ തന്നെ പറഞ്ഞ് അദ്ദേഹം വരുന്ന ലിസ്റ്റ് വായിച്ച് എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുന്നുള്ള സാഹചര്യം ഉണ്ടാക്കണം. അന്ന് അതിനൊന്നും പറ്റുന്ന ഒരു സാഹചര്യമായിരിക്കില്ല. അത് എന്ന് പ്രത്യേകം അറിയിക്കുകയാണ്. ഈ കാര്യം ശ്രദ്ധ ചെയ്യുന്ന ആരും ഒരിക്കലും തന്നെ പോര് മഗ്‌രിബ് നമസ്കരിച്ച ഉടനെ പരിപാടി ആരംഭിക്കും. 21-ാം തീയതി തന്നെ പ്രിയപ്പെട്ടവരെ, പരിപാടി ഇൻഷാ അല്ലാഹ് ബാക്കി അബൂജഹലും പാർട്ടിയും അത് പുറപ്പെടുകയാണ്. നാളെ ഒരു ബദറിലെത്തും, റസൂലുള്ളയും പാർട്ടിയും ബദറിലെത്തും. അവിടെ ഒരു ഘോരമായ സംഘടന ഇൻഷാ അല്ലാഹ് നമുക്ക് പ്രതീക്ഷിക്കാം. വൈക്കുൽ ജബ്ബാറായ അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അടർകളത്തിലെ ഇതിഹാസം അതിന്റെ 3-ാം ഭാഗം നാളെ. അതുപോലെ 2 മിനിറ്റ് ദുആഉണ്ട്. അടർകളത്തിലെ ഇതിഹാസം അതിന്റെ 3-ാം ഭാഗം നാളെ ഈ മഹത്തായ വേദിയിൽ കൃത്യം 8 മണിക്ക് തന്നെ ആരംഭിക്കുന്നതാണ് എന്ന് അറിയിക്കുന്നു. വൈക്കുൽ ജബ്ബാറായ അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഒരു സഹോദരി 1 ചാക്ക് സിമന്റ്, ഒരു സഹോദരി 2 ചാക്ക് സിമന്റ്. അൽഹംദുലില്ലാഹ്, നേരത്തെ പറഞ്ഞതുപോലെ സിമന്റുകളും മറ്റൊക്കെ ആയിട്ട് നിങ്ങൾ നാളെ വാഗ്ദാനം ചെയ്യണം, സംഭാവനകൾ അർപ്പിക്കണം. നാളെ നമ്മുടെ പദറിന്റെ ലാസ്റ്റ് ആണ്. അൽഹംദുലില്ലാഹ്, എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് ഇന്നലെ പറഞ്ഞതുപോലെ റസൂലുള്ളാഹിന്റെ ഹദ്റത്തിലേക്ക് ഒരു 3 സ്വലാത്ത് വൈക്കുൽ ജബ്ബാറായ അല്ലാഹു കബൂലാക്കട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. നെടുങ്കോട്ടുമാട് ശാഖ SKSSF പ്രവർത്തകർ 15 ചാക്ക് സിമന്റ് പ്രത്യേകം ദുആ ചെയ്യണം. പരിശുദ്ധമായ അല്ലാഹു അനുഗ്രഹിക്കട്ടെ. എല്ലാവരുടെയും സദഖ അല്ലാഹു സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അർഹമർ റഹീമായ റബ്ബേ, വൈക്കുൽ ജബ്ബാറായ തമ്പുരാനെ, മഹാന്മാരായിരിക്കുന്ന സുഹാബുൽ ബദരീങ്ങളുടെ മദ്ഹ് ഞങ്ങൾ പാടി പറഞ്ഞു. പടച്ചവനെ, ഹബീബിന്റെ പേരിൽ ഞങ്ങൾ 100 സ്വലാത്തുകൾ ചൊല്ലി. ആ സ്വലാത്തുകളെയും ഞങ്ങൾ പാടി പറഞ്ഞു മദ്ഹ് എല്ലാവരെയും കബൂലാക്കണേ അല്ലാഹ്. വീഴ്ചകൾ പരിഹരിച്ചുകൊണ്ട് ഞങ്ങളിൽ നിന്നും കബൂലാക്കണേ പടച്ചവനെ. റസൂലുള്ളാഹിന്റെ പേരിൽ ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തിന്റെ പൂമാലകൾ അവിടുത്തെ ഹദ്റത്തിൽ നീ അണിയിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ആ സ്വലാത്തുകളുടെ ബർക്കത്ത് കൊണ്ട്, ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട്, അസ്ഹാബുൽ ബദരീങ്ങളുടെ ബർക്കത്ത് കൊണ്ട്, ഞങ്ങൾ നൽകിയ സംഭാവനകളുടെ സദഖകളുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാവരുടെയും ഹലാലായ മുറാദുകളെ ഹാസിലാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ രോഗികളുടെ രോഗങ്ങളെ ശിഫയാക്കണേ പടച്ചവനെ. ഒരുപാട് രോഗികളുണ്ട്, രോഗശമനത്തിന് ദുആ ചെയ്യാൻ വസിയത്തുണ്ടല്ലാ, സംഭാവനകൾ നൽകിയിട്ടുണ്ടല്ലാ. ആ സംഭാവനകളുടെ ബർക്കത്ത് കൊണ്ട്, ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട്, ഹബീബിന്റെ പേരിൽ ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തുകളുടെ ബർക്കത്ത് കൊണ്ട്, ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട്, അസ്ഹാബുൽ ബദരീങ്ങളുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ, ഞങ്ങളുടെയും ബന്ധപ്പെട്ടവരുടെയും എല്ലാവിധ രോഗങ്ങളുടെയും ശിഫയാക്കണേ പടച്ചവനെ. ശാരീരികമായ, മാനസികമായ, പൈശാചികമായ രോഗങ്ങളെ ശിഫയാക്കണേ പടച്ചവനെ. അല്ലാഹുവേ, ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഉസ്താദിന്റെ പിതാവതാ രോഗശയ്യയിലാണ്, ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഓപ്പറേഷൻ ബദരീകളുടെ ബർക്കത്ത് കൊണ്ട് നീ വിജയിപ്പിക്കണേ അല്ലാഹ്. രോഗത്തിന് ശമനം നൽകണേ അല്ലാഹ്. പരിപൂർണ്ണ ശിഫ നൽകണേ പടച്ചവനെ. അല്ലാഹുവേ, ഇന്നലെ മരണപ്പെട്ട എന്റെ ബന്ധു, അദ്ദേഹത്തിന്റെ ഖബറിനെ നീ വിശാലത ചെയ്യണേ റഹ്മാനേ. പ്രകാശപൂരിതമാക്കണേ ദയ്യാനേ. സ്വർഗീയ അനുഭൂതികൾ കൊണ്ട് ധന്യമാക്കണേ പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കളടക്കം ഒരുപാട് ബന്ധുമിത്രാദികൾ ആരുടെ മണ്ണിലാണ്, പള്ളിക്കാട്ടിലാണല്ലോ. ഞങ്ങളുടെ സദഖകളുടെ ബർക്കത്ത് കൊണ്ട്, ബദരീകളുടെ ബർക്കത്ത് കൊണ്ട്, മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട്, സ്വലാത്തുകളുടെ ബർക്കത്ത് കൊണ്ട് അവരുടെ ഖബറുകളെ വെളിച്ചമാക്കണേ അല്ലാഹ്. പ്രകാശപൂരിതമാക്കണേ അല്ലാഹ്. ദൂരത്തോളം വിശാലമാക്കണേ പടച്ചവനെ. സ്വർഗീയ അനുഭൂതികൾ കൊണ്ട് അവരുടെയും ഞങ്ങളുടെയും ഖബറുകളെ സ്വർഗീയ അനുഭൂതികൾ കൊണ്ട് ധന്യമാക്കണേ പടച്ചവനെ. ഞങ്ങളുടെ ഭാര്യമാരെ, ഞങ്ങളുടെ സഹോദരിമാരെ
മക്കളാക്കണേ പടച്ചവനെ. അല്ലാഹുവേ ഞങ്ങൾക്ക് ഉപകരിക്കുന്നതിനെ കഴിവാദത്തെ ചെയ്യുന്ന മക്കളാക്കണേ അല്ലാ. തമാടികളാക്കി മാറ്റല്ല റബ്ബേ, റോഡ് തണ്ടികളാക്കി മാറ്റല്ല റബ്ബേ, കണ്ണിന്റെ മക്കളാക്കല്ല റബ്ബേ, കഞ്ചാവിന്റെ മക്കളാക്കല്ല റബ്ബേ. അല്ലാഹുവേ മക്കളാൽ ഞങ്ങളെ നാണം കെടുത്തല്ല റബ്ബേ, മക്കളാൽ ഞങ്ങൾക്ക് നീ സന്തോഷിപ്പിക്കണേ റബ്ബേ. നിങ്ങളുടെ കണ്ണിന്റെ കൃഷ്ണമണികളാക്കണേ പടച്ചവനെ. ഞങ്ങളുടെ ഭാര്യമാര് ഞങ്ങളുടെ സുഖദുഃഖങ്ങളിൽ ഒരുപോലെ പങ്കെടുക്കുന്നവരാ സാലിഹത്തായ പെണ്ണുകളാക്കണേ റബ്ബേ. ആരോഗ്യമാഫിയത്തും പ്രദാനം ചെയ്യണേ അല്ലാ. ഈ മഹത്തായ മജ്‌ലിസിൽ ഒരുപാട് ഉപ്പമാര് ഉമ്മമാര് സഹോദര സഹോദരിമാര് പിഞ്ചുമക്കളടക്കം ധാരാളം ആളുകളുണ്ട്. അവരുടെയും ഞങ്ങളുടെയും വീടുകളിൽ നിന്നിറങ്ങി മജ്‌ലിസിലേക്ക് വരുന്നത് വരെയുള്ള 2 കാൽപാദങ്ങളുടെ അടിയിലുള്ള മണൽത്തരികളുടെ എണ്ണക്കണക്കാക്കി ഞങ്ങളുടെ ചെറുദോഷങ്ങളും പന്തോഷങ്ങളും വിട്ടുപൊറുക്കണേ പടച്ചവനെ. റഹ്മാനിയായ റബ്ബേ, മരിക്കുന്നതിന്റെ മുമ്പ് ഒരു വട്ടമെങ്കിലും ഉംറ ചെയ്യാനും ഹജ്ജ് ചെയ്യാനും ഹബീബിന്റെ ഹദ്റത്തിൽ ചെന്ന സലാമു അലൈക യാ ഹബീബി യാ റസൂലല്ലാഹ് സലാം ചൊല്ലാനും ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണേ പടച്ചവനെ. അല്ലാഹുവേ ഞാനും എൻ്റെ ഭാര്യയും ഉംറക്ക് നിയ്യത്ത് വെച്ചിരിക്കുകയാണ് അല്ലാഹുവേ. നീ ഞങ്ങൾക്ക് പരിപൂർണ്ണ ഉംറ ചെയ്യാനും ഹബീബിന്റെ ഹദ്റത്തിൽ ചെന്ന സലാം ചൊല്ലാനും പരിപൂർണ്ണ ഇബാദത്തുകളൊക്കെ ചെയ്യാൻ ഞങ്ങൾക്കും ബന്ധപ്പെട്ടവർക്കും അതിന് ഒരുങ്ങിയവർക്കും നീ തൗഫീഖ് നൽകണേ പടച്ചവനെ. റഹ്മാനിയായ റബ്ബേ, എൻ്റെ മകനടക്കം എൻ്റെ മുസ്തഫ അടക്കം എൻ്റെ പ്രിയപ്പെട്ട ഒരുപാട് സുഹൃത്തുക്കൾ, ഞങ്ങളുടെ ഗായകന്മാര്, പ്രവാസികള്, ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകള് പ്രവാസ ലോകത്താണല്ലാ. നീ വിഷമിപ്പിക്കല്ല റബ്ബേ, നീ സഹായിക്കണേ അല്ലാ. ബദരീകളെ കാവലിനവരെയും ഞങ്ങളെയും ഉൾപ്പെടുത്തണേ അല്ലാ. എല്ലാവിധ അക്രമികളുടെ അക്രമങ്ങളെ തൊട്ടും എല്ലാവിധ പ്രയാസങ്ങളെ തൊട്ടും നീ രക്ഷപ്പെടുത്തണേ റബ്ബേ. അവരെ നീ സഹായിക്കണേ അല്ലാ. അവരുടെ ജോലികളിൽ നീ സ്ഥിരത നൽകണേ അല്ലാ. അവരുടെ സ്ഥാപനങ്ങളിലെ, അവരുടെ ബിസിനസ്സുകളിലെ, അവരുടെ കച്ചവടങ്ങളിലെ നീ ഖൈർ ബർക്കാത്തുകൾ വർദ്ധിപ്പിക്കണേ റഹ്മാനേ. അല്ലാഹുവേ, ഗൾഫ് നാടുകൾ പ്രതിസന്ധിയിലേക്ക് പോകുകയാണ്. എല്ലാ പ്രതിസന്ധികളെയും മറികടന്നുകൊണ്ട് വിജയിക്കാൻ നീ നല്ല ഒരു മാർഗം അവർക്ക് കാണിച്ചു കൊടുക്കണേ റബ്ബേ. സൗദി അറേബ്യ ഗവൺമെന്റ് നമ്മുടെ പ്രവാസികളോട്, നമ്മുടെ കേരളക്കാരോട്, ഇന്ത്യക്കാരോട് കാരുണ്യം കാണിക്കാൻ അവർക്ക് നീ തോന്നിപ്പിക്കണേ അല്ലാ. തൗഫീഖ് ചെയ്യണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾക്കൊക്കെ മരിക്കുന്നത് വരെ ആഫിയത്തുള്ള ദീർഘായുസ്സ് ദീനിന്റെ ഖിദ്മത്തിനായി നൽകണേ പടച്ചവനെ. അല്ലാഹുവേ, മരിക്കൽ ഖൈറാകുന്ന കാലത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി സ്വർഗ്ഗം കണ്ട് സന്തോഷത്തോടുകൂടെ പുഞ്ചിരിച്ച് മരിക്കുന്ന കൂട്ടത്തിൽ ഞങ്ങളെ ഉൾക്കലി ഉൾപ്പെടുത്തണേ പടച്ചവനെ. ഈ മഹത്തായ മജ്‌ലിസിലേക്ക് സിമന്റുകള്, എംസാൻഡ് സിമന്റുകള്, അതുപോലെ തന്നെ മണലുകള്, മറ്റുള്ളതായിരിക്കുന്ന ഉപകരണങ്ങളൊക്കെ നൽകിയ ആളുകളുടെ സഹോദര സഹോദരിമാരുണ്ട്. ഒന്നിന്റെ 700ആയി, 7000മായി, 7 ലക്ഷമായി, 7 കോടികളായി പകരം നൽകണേ അല്ലാ. കർമ്മം ചെയ്യുന്ന ആളുകൾക്ക് പുലരുന്നത് വരെ അല്ലാഹുവേ അവർക്ക് ഇരട്ടി നൽകണേ എന്ന് മലക്കുകൾ പ്രാർത്ഥിക്കുമെന്ന് പറയുന്നു. പടച്ചവനെ, ആ കൂട്ടത്തിൽ ഞങ്ങളെയൊക്കെ ഉൾപ്പെടുത്തണേ റബ്ബേ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അയ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആഅനാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ برحمتك يا أرحم الراحمين. والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. ഈ സംഗമത്തിന് നന്ദി പറയാൻ വേണ്ടി മദ്രസ സെക്രട്ടറി ബാവ ഹാജിയേഷ്